ആഭ്യന്തര കുറ്റവാളി സേതുനാഥ് പത്മകുമാർ എഴുതി സംവിധാനം ചെയ്ത് ആസിഫ് അലി ആഭ്യന്തര കുറ്റവാളിയായിട്ട് അഭിനയിച്ച സിനിമയാണിത്. ഇതൊരു ഡ്രാമയാണ്, ഒരു പ്രോപ്പർ ഒരു ഡ്രാമയാണ്, ഒരു സോഷ്യോ ഡ്രാമയാണ്. ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ പ്രൊമോഷനൊക്കെ കൊടുത്ത് ഈ ഏപ്രിൽ 17 റിലീസ് വെച്ചിട്ട് വീണ്ടും സ്റ്റേ വന്ന് പിന്നെ നീണ്ടുപോയിട്ടാണ് ഇപ്പം ആരും അറിയാതാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. പലർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മൗത്ത് പബ്ലിസിറ്റി അത്യാവശ്യമാണ് ഈ സിനിമയ്ക്ക്. നല്ലതാണെങ്കിൽ മാത്രം മതി. ഞാൻ ഇന്ന് സെക്കൻഡ് ഷോയ്ക്കാണ് ഈ സിനിമ കണ്ടത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും മികച്ച സിനിമ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മിക്കവർക്കും അറിയാം. പുരുഷന്മാർക്ക് വേണ്ടി ഉള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തീം എന്താണെന്നും അറിയാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളതാണ്. ബിസിനസ്സുകൾ വരെയാണ് ആ രീതിയിൽ നടക്കുന്നത്. അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാകുന്ന സംഭവമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിവിലേജ് അവർ മിസ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പല ഇൻസ്റ്റൻസസ് ഉണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ. അപ്പോൾ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള പക്ക സബ്ജക്റ്റാണ്. പക്ഷേ അതിനോട് നീതി പുലർത്തുന്ന ഒരു റൈറ്റിംഗ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അതേപോലെ തന്നെ ഭയങ്കര ലൂസായിട്ടും പല സ്ഥലത്തും പോയിട്ടുണ്ട്. ചില സപ്ലോട്ടൊക്കെ അനാവശ്യമായിട്ട് തോന്നി. ചില അവസാനത്തോടൊക്കെ എടുക്കുമ്പോഴുള്ള ആസിഫ് അലി ഉറപ്പിച്ച് പറയുന്ന ഡയലോഗൊക്കെ അത് ഞാൻ പറയും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഓഡിയൻസിന് അത് ചിലപ്പോൾ വർക്കാവുമായിരിക്കും. ഒരു ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടും, അത് ആദ്യമേ പറയാം. അവർക്ക് ഈ ഒരു ഡയലോഗ്സും ഇഷ്ടപ്പെടാം. പക്ഷേ നമ്മളത് ഇന്നത്തെ സീരിയലിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പം അങ്ങനെ കുറച്ച് പറയാൻ വേണ്ടി തന്നെ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ വർക്കായ കോമഡികളുണ്ട്. അതുപോലെ ഇതിൽ 1-2 സീൻസിൽ കൈയടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സബ്ജക്റ്റിനോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ പ്രൊമോഷൻ ഒന്നും വേണ്ട, സെൻസേഷൻ ആവേണ്ട സിനിമയാണിത്. ഉറപ്പായിട്ടും ചർച്ചകളും ഡിബേറ്റിലും ഒക്കെ വന്ന് സെൻസേഷൻ ആവേണ്ട സിനിമയാണിത്. പക്ഷേ ആ ഒരു റൈറ്റിംഗ് ഒന്നുകൂടെ സെറ്റാക്കായിരുന്നു. മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ക ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണ്. അതൊരു പ്രശ്നമൊന്നുമല്ല. പല സിനിമകളും നമ്മളങ്ങനെ ഈ അടുത്ത് ഹിറ്റായ പ്രിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ തന്നെയാണ്, ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടും. ക്യാമറ വർക്ക് മാത്രം ഒന്നുകൂടെ വർക്കാക്കാമായിരുന്നു തോന്നി. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആസിഫ് അലി തകർത്തു. ആസ് യൂഷ്വൽ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആ ക്യാരക്ടറോട് ഭയങ്കര അടുപ്പം തോന്നും. നായികമാരായിട്ടുള്ളത് ശ്രേയ രുക്മിണിയും തുളസിയുമാണ്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആനന്ദ് മന്മഥനും അസീസും ഫ്രണ്ട്സായിട്ട് ആസിഫ് അലിയുടെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ജഗദീഷിൻ്റെ ക്യാരക്ടർ മാത്രമാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തായിട്ട് തോന്നിയത്. ആ ഭാഗത്തൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയില്ലേ, കിടിലൻ കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റിന് വേണ്ടി മാത്രം ഈ സിനിമ കാണാം. പക്ഷേ അതിനോട് 100% നീതി പുലർത്തുന്ന ഒരു മസ്റ്റ് വാച്ച് സിനിമയല്ല. എന്നാൽ തിയേറ്ററിൽ ഒരു തവണ പോയി, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോയി കണ്ടാൽ നഷ്ടം തോന്നാത്ത നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ഗുഡ് വൺ ടൈം വാച്ചാണ് ആഭ്യന്തര കുറ്റവാളി. എനിക്കിഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ട് പോയി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3/5 ആണ്.